സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും മന്നയുടെ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ നമ്മളെ പരിശുദ്ധാത്മാവ് ഇന്ന് ഓർമ്മപ്പെടുത്തി തരികയാണ്. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി. നമുക്കറിയാം, ഈ ലോകത്തിലേക്ക് കൃപ കടന്നു വന്നത് യേശുവിൻ്റെ പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയാണ്. അങ്ങനെയാണ് കൃപയുടെ യുഗം നമുക്ക് നൽകപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നാം എല്ലാവരും ദൈവകൃപയാലാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ ദൈവകൃപയെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതവും വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ പഠനങ്ങളും എല്ലാം ബന്ധപ്പെടുത്തി നമുക്ക് കൃപയുടെ ആഴമായ കുറച്ച് ചിന്തകളിലേക്ക് നമുക്ക് കടന്നു പോകാം. ദൈവകൃപയാണ് നമ്മളെ കൂടുതലായിട്ട് ദൈവത്തെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കാനും സാധ്യമാക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഈ മരുഭൂമിയിലേക്ക് ഗൾഫ് രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ ഒരു സാധാരണ വിശ്വാസി എന്ന നിലയിൽ, ഒരു സാധാരണ ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഞാൻ കടന്നു വന്നതെങ്കിൽ ഞാൻ എവിടെയെല്ലാം ഭയപ്പെട്ട് മാറി നിന്നിട്ടുണ്ടോ, ഞാൻ എവിടെയെല്ലാം എനിക്ക് അസാധ്യമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടോ, അവിടെയെല്ലാം മാറ്റം വരുന്നത്, ആ ഭയപ്പെട്ട മേഖലയിൽ എനിക്ക് ആ ഭയമില്ലാതെ നിൽക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ അസാധ്യമെന്ന് കരുതിയിരുന്ന പതറിയിരുന്ന മേഖലയിൽ ധൈര്യപൂർവ്വം കടന്നു ചെല്ലാനും ഇതെൻ്റെ യേശുവിനാൽ സാധ്യമാക്കി തീർക്കുന്നതാണ് എന്ന് എൻ്റെ ജീവിതത്തെ അനുഭവിച്ചറിയാൻ സാധിച്ചത് ഈ കൃപയുടെ കടന്നുവരവോടുകൂടിയാണ്. അപ്പോൾ മുൻപ് കൃപയുടെ കടന്നുവരവ് ഇല്ലാതിരുന്നോ എന്ന് ചോദിച്ചാൽ കൃപയുണ്ടായിരുന്നു, അത് ദൈവം ദാനമായിട്ട് തന്നിരുന്നു. പക്ഷേ അതിലെ ആഴപ്പെട്ട് സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. ആ അവസ്ഥ കടന്നു വന്നതെല്ലാം ഈ മരുഭൂമിയിൽ വന്നതിന് ശേഷം ദൈവമൊരുക്കിയ ചില ചിട്ടവട്ടങ്ങളിലൂടെയാണ്, ചില സാഹചര്യങ്ങളിലൂടെയാണ്. അപ്പോൾ ഞാൻ അനുഭവിച്ചറിയുന്നൊരു സത്യമെന്ന് വെച്ചാൽ, അതുവരെ ഈ കാഴ്ച കുറവുള്ള ഒരു വ്യക്തിക്ക് കൂടുതൽ കാണാനായിട്ടൊരു കണ്ണാടി വെച്ചു കൊടുത്താൽ ആ വ്യക്തി പ്രകൃതിയെ അല്ലെങ്കിൽ വസ്തുക്കളെല്ലാം നല്ല രീതിയിൽ കാണുന്നത് പോലെയാണ് ഈ കൃപയിലൂടെ എനിക്ക് യേശു തരുന്ന കുറേ കാഴ്ചകൾ വിശ്വാസത്തിൻ്റെ തലത്തിലും സ്നേഹത്തിൻ്റെ തലത്തിലും എല്ലാം എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് സംഭവിച്ചതൊക്കെ എൻ്റേതായിട്ടുള്ള ഒരു ഉൾവലിവിൽ ദൈവത്തിലുള്ള ആശ്രയത്വം നിന്ന് വിട്ട് ഞാൻ ഈ കൃപ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ, നൽകിയവൻ്റെ ആ ഒരു അവസ്ഥയ്ക്ക് വിട്ടുകൊടുക്കാതെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഈ കൃപയുടെ അവസ്ഥ, ആ രുചി എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോയി. ഇന്ന് ഞാനത് കൂടുതലായിട്ട് അറിയുന്നുണ്ട്. ദൈവം കൂടുതലായിട്ട് എന്നെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ എന്നെ അറിയുന്നതിനേക്കാൾ കൂടുതൽ എന്നെ അറിയുന്നൊരു ദൈവമുണ്ടെന്നൊക്കെ അറിവ് ലഭിച്ചത് ഈ കൃപയാലാണ്. ആ കൃപ നൽകിയ ദൈവത്തിന് വ്യക്തമായിട്ടൊരു പദ്ധതിയുണ്ട്. ആ കൃപ എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം ആ തന്നവന് ഒരു പ്രത്യേകമായിട്ടുള്ള പദ്ധതിയുണ്ട്. അത് അനേകരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കത്തക്കവണ്ണമുള്ള
ഒരു രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെതായിട്ടുള്ള വ്യക്തിത്വത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതെന്നല്ല, എന്നിൽ നിക്ഷേപിച്ച കൃപ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആ ഒരു ക്രിസ്തു സ്നേഹം, അതാണല്ലോ പൗലോസ് പറയുന്നത്, മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കാനുള്ള ഒരവസ്ഥ, അത് എന്നിൽ സാക്ഷ്യമായി മാറുന്നത്, എനിക്ക് സാധ്യമാവുന്നത് ഈ ഒരു കൃപയുടെ അളവ് എന്നിൽ കൂടി വരുമ്പോഴാണ്. അത് കൂട്ടേണ്ടതാരാ? ഞാൻ തന്നെയാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നമ്മൾ സ്വീകരിച്ച ദൈവകൃപ ഒരിക്കലും വ്യർത്ഥമാക്കരുതെന്നാണ് അപ്പോസ്തലൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നാം ദൈവകൃപ സ്വീകരിക്കാറുണ്ട്, എല്ലാ ദിവസവും. ചില പ്രത്യേക ദിവസങ്ങളിൽ വളരെ പ്രത്യേകമാം വിധം ദൈവകൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഉദാഹരണം, ഞാൻ മാമോദീസ സ്വീകരിച്ച ദിവസം, എൻ്റെ ആദ്യ കുർബാനയുടെ ദിവസം, എൻ്റെ സ്ഥൈര്യലേപനത്തിൻ്റെ ദിവസം, ഞാൻ വിവാഹം എന്ന കൂദാശ സ്വീകരിച്ച ദിവസം, എൻ്റെ ഇടവക തിരുനാളിൻ്റെ ദിവസം, ക്രിസ്മസിൻ്റെ ദിവസം, ഈസ്റ്ററിൻ്റെ ദിവസം, എൻ്റെ ബർത്ത്ഡേക്ക്, എൻ്റെ വിവാഹ വാർഷികത്തിന്, ഇതുപോലുള്ള പ്രത്യേക ദിവസങ്ങളിൽ വളരെ പ്രത്യേകമായ രീതിയിൽ ദൈവകൃപ എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്വീകരിക്കുന്ന ദൈവകൃപ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ നിങ്ങൾ വ്യർത്ഥമാക്കരുത്, നഷ്ടമാക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ നഷ്ടമാക്കുന്നത്? ഉദാഹരണം, ഒരു ഓട്ടയുള്ള ഒരു ബാഗിൽ ഞാൻ പഞ്ചസാര നിറച്ചാൽ ആ ഓട്ടയിലൂടെ പഞ്ചസാര ചോർന്നു പൊക്കോണ്ടിരിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില ഓട്ടകളുണ്ട്. ആ ഓട്ടകൾ നമ്മുടെ ബലഹീനതകളാണ്. അതൊരു പക്ഷേ ദൈവാശ്രയക്കുറവാകാം, ഒരുപക്ഷെ ഞാൻ എൻ്റെ കഴിവിൽ കൂടുതലായി ആശ്രയിക്കുന്നതാകാം, എന്നിലുള്ള അഹന്തയാകാം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ സ്വഭാവമാകാം, ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന വെറുപ്പാകാം, എന്നിലുള്ള ചില ജഡിക ആസക്തികളാകാം, തഴക്കദോഷങ്ങളാകാം. ഈ ബലഹീനതകളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഓട്ടകളാണ്. അതിലൂടെയാണ് ഈ ദൈവകൃപ ചോർന്നു പോകുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, എൻ്റെ ജീവിതത്തിലുള്ള ഓട്ട ഏതാണ്, എൻ്റെ ജീവിതത്തിലുള്ള ബലഹീനതകൾ ഏതൊക്കെയാണ് എന്ന് സ്വയം കണ്ടെത്തി സ്വയം തിരുത്താനായിട്ടുള്ളൊരു മനസ്സ് എനിക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ എനിക്ക് കൃപയിൽ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഈ കൃപ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതിനോട് എനിക്ക് ചേർത്ത് വെക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ആ കൃപ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കണം. ഈശോയോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് കൃപ നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തി വെള്ളത്തിൽ മുങ്ങി താഴുകയാണ്. ഇത് കണ്ട ഒരാൾ ആ വെള്ളത്തിലേക്ക് ചാടി ആളുടെ മുടിക്കുത്തിന് പിടിച്ചു, വലിച്ചു കയറ്റി, രക്ഷപ്പെടുത്തി. അതിനുശേഷം ഈ വെള്ളത്തിൽ മുങ്ങിത്താണ വ്യക്തി ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ മുടിക്കുത്തിന് പിടിച്ച് പൊക്കിയാൽ മതിയായിരുന്നു, രക്ഷപ്പെടാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഒരിക്കലും എനിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റത്തില്ല. എന്നെ ഉയർത്തുന്നത് ദൈവകൃപയാണ്. ഈ ഒരു ബോധ്യം ഉണ്ടാകണം. അതുണ്ടാകത്തോളം കാലം നമുക്ക് കൃപയിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല. നമ്മൾ പോലും അറിയാതെ നമ്മളിലുള്ള കൃപ ചോർന്നു കൊണ്ടിരിക്കും. ബ്രദർ പറഞ്ഞതുപോലെ ഈ ചോർന്നു പോയ കൃപയിൽ നമുക്ക് വീണ്ടും ശക്തി പ്രാപിച്ച് നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത് എളിമയാണ്. എളിമയുള്ളവർക്ക് കൃപയിൽ എപ്പോഴും നിലനിൽക്കാൻ സാധിക്കും. ഏറ്റവും നല്ല ഉദാഹരണം പരിശുദ്ധ അമ്മ. ലൂക്കാസ് സുവിശേഷം 1:28 ദൂതൻ അവളുടെ അടുത്തുനിന്ന് പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. എനിക്ക് ദൈവ കൃപ നിറഞ്ഞവള്. പരിശുദ്ധ അമ്മയെ ദൂതൻ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം പറയാണ്, നീ ദൈവ കൃപ നിറഞ്ഞവളാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ ദൈവ കൃപ നിറഞ്ഞവളായിരുന്നു. നമ്മൾ ബാഹ്യമായിട്ടൊക്കെ പറയും എളിമയുള്ള മനുഷ്യൻ. ബാഹ്യമായ എളിമ രൂപമല്ല, ഇങ്ങനെ തലകുമ്പിടി നടക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു വിനീതമായി നടക്കുന്ന എളിമയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എളിമ ഹൃദയത്തിൽ നിന്ന് വരണ്ടേ. ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ നിന്ന് എളിമയുള്ള വ്യക്തിയെ മറ്റുള്ളവന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് പലരും എളിമയൊരു കപടതയാക്കി മാറ്റിയിരിക്കുക. എൻ്റെ സംസാരത്തിൽ എളിമ, നമ്മൾ കാണാൻ പറയും
എന്ത് പാവത്താനാ. പക്ഷെ അവൻ്റെ അകത്ത് ദൈവത്തിന് അറിയാം അവൻ്റെ ഹൃദയം. പ്രഭാഷകൻ 3:18 പറയുന്നുണ്ട്, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ഞാൻ എത്ര ഉന്നതനാണ് എൻ്റെ ജോലി മേഖലയിൽ, എൻ്റെ സമ്പത്തിൽ. എനിക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരിക്കാം. ഞാൻ ജോലി മേഖലയിൽ ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി ആയിരിക്കാം. ശുശ്രൂഷ മേഖലയിൽ വലിയ പ്രഘോഷകനായിരിക്കാം. വചനം പറയാണ്, നീ എത്ര ഉന്നതനാണോ അത്ര വിനീതനായാലാ ഈ കൃപയിൽ എനിക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ മനോഭാവത്തിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ സംസാരത്തിലും എൻ്റെ പ്രവൃത്തിയിലും ദൈവത്തിനോട് ചേർന്ന് എളിമയോടെ ജീവിക്കുമ്പോഴാണ് ഈ കൃപയിൽ എനിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് യേശു ശിഷ്യന്മാരെ പാദങ്ങൾ കഴുകുന്നുള്ള ഒരു അധ്യായം നമ്മൾ മൊത്തം വായിക്കുന്നത്. അത് വായിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഭാഗം എന്ന് പറയൂ, ദൈവം മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കുക. ഞാൻ ചിന്തിക്കുക, ദൈവം മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കി എന്നെയും നിങ്ങളെ കാണിച്ചു തന്നു എളിമയുടെ ദർപ്പണം, അതായത് എളിമയുടെ സ്വഭാവത്തെക്കുറിച്ച്, എളിമയുടെ ആ ഏറ്റവും വിനീതമായ അവസ്ഥയെക്കുറിച്ച്. അപ്പോൾ ദൈവമായ യേശുക്രിസ്തു പത്രോസിന്റെ മുമ്പിൽ മുട്ടുമടക്കെങ്കിൽ അത് എൻ്റെ മുമ്പിലാണ് മുട്ടുമടക്കണേ. ആ എളിമയുടെ ഏറ്റവും മകുടമായ യേശുവിൻ്റെ ജീവിതം ഞാൻ സ്വന്തമാക്കുമ്പോൾ എനിക്ക് കൃപയിൽ നിലനിൽക്കാൻ പറ്റുമെന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, എൻ്റെ കൈവയ്പ് വഴി ലഭിച്ച ദൈവകൃപ ഉജ്ജ്വലിപ്പിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ ദൈവകൃപ എങ്ങനെ ഉജ്ജ്വലിപ്പിക്കാം? അതിനൊരു മാർഗമാണ് എളിമ. ഉള്ളവരിലേക്ക് മാത്രമേ ദൈവകൃപ സമൃദ്ധമായി ചൊരിയപ്പെടത്തുള്ളൂ. അതുപോലെ തന്നെ ദൈവകൃപയെ ഉജ്ജ്വലിപ്പിക്കാൻ, ദൈവകൃപയിൽ വളരാൻ നമുക്ക് ആവശ്യം വേണ്ട ഒരു പുണ്യമാണ് അനുസരണം. എന്താണ് അനുസരണം? ദൈവവചനത്തോടുള്ള സ്വതന്ത്രമായ വിധേയത്വം, ദൈവത്തിൻ്റെ ഇഷ്ടത്തോടുള്ള സ്വതന്ത്രമായ ഒരു വിധേയത്വം, ഇതാണ് അനുസരണം. ഇതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അങ്ങനെ അനുസരിക്കുമ്പോൾ നമ്മൾ കൃപയിൽ വളരും. ഇപ്പം നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, ഡു വാട്ട് ഹി ടെൽസ് യു. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവൻ. കാനായിലെ കല്യാണ വിരുന്നില് പരിചാരകർ ചെയ്തതാണ്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ വെള്ളം കൽഭരണികളിൽ നിറയ്ക്കുക. ഈ പരിചാരകർക്ക് അറിയത്തില്ല എന്തിനു വേണ്ടിയാണ് ഈ വെള്ളം നിറയ്ക്കുന്നത്. അവർ ചോദിച്ചുമില്ല, അനുസരിച്ചപ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ട് മാറും. നമ്മുടെ കുടുംബങ്ങളിൽ അത്ഭുതം നടക്കും. ഇപ്പം എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ലോകത്തൊന്നും കടന്നു പോകാൻ വേണ്ടിയല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് കടന്നു പോകാൻ വേണ്ടിയാണ്. അതാണ് വിശുദ്ധ അൽഫോൻസ് ലീഗോര് പറഞ്ഞത്, നന്മ പ്രവൃത്തികൾ ചെയ്യുക എന്നതല്ല പ്രധാനം, ദൈവഹിതം നിറവേറ്റുക എന്നതാണ് പ്രധാനം. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന പല നന്മ പ്രവൃത്തികളും ഒരുപക്ഷെ ദൈവഹിതമാകണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, എന്താണോ ദൈവഹിതം അത് വിവേചിച്ചറിഞ്ഞ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. വീണ്ടും വിശുദ്ധ അൽഫോൻസ് ലീഗോര് പറയുന്നുണ്ട്, നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മഹത്വം എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്നതാണ്. നമുക്ക് ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗ്ലോറി ഇതാണ്. എല്ലാ പ്രവർത്തികളിലും ദൈവത്തിൻ്റെ ഹിതം എന്താണോ എന്ന് വിവേചിച്ചറിഞ്ഞ് അത് ചെയ്യുക. ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വിശുദ്ധ കുർബാന മധ്യേ പറഞ്ഞ ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗം ഞാൻ ഓർക്കുകയാണ്. അപ്പം അദ്ദേഹം പറയുകയാണ്, എല്ലാ ദിവസവും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്യണം. ദൈവഹിതം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. 3 സ്റ്റെപ്പാണ് അദ്ദേഹം പറഞ്ഞത്. 1, ഈശോയോട് പ്രാർത്ഥിക്കണം, ദൈവമേ നിന്റെ ഇഷ്ടം എന്താണ് എന്നെനിക്ക് വെളിപ്പെടുത്തി തരണമേ. 2, നിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ള ഒരാഗ്രഹം എന്നിൽ ജനിപ്പിക്കണമേ. 3, ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ള കൃപ എനിക്ക് തരണമേ. അപ്പം നമുക്കും ഇന്നു മുതലുള്ള നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഇതൊരു നിയോഗമാക്കാം. ദൈവമേ എന്താണ് നിന്റെ ഇഷ്ടം, അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ള ആഗ്രഹം എന്നിൽ ജനിപ്പിക്കണമേ. നിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ള, അനുസരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ഇപ്പം അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്നു.
അബ്രാഹാം, ഹെബ്രായർ 18:8 നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹത്തെ ദൈവം വിളിച്ചു. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു വ്യക്തതയും അദ്ദേഹത്തിനില്ല, പക്ഷെ അനുസരിക്കുകയാണ്. പരിശുദ്ധ മാതാവ് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു, അനുസരിക്കുന്നു. വിശുദ്ധ ഔസേപ്പ് പിതാവ് ദൂതൻ കൊടുത്ത കൽപ്പന അനുസരിക്കുന്നു. അപ്പൊ അനുസരണയിലൂടെയാണ് ലോകത്തെ രക്ഷ വന്നത്. ഈശോ പോലും കുരിശുമരണം പോലെ, ഹെബ്രായരുടെ ലേഖനം നമ്മൾ കാണുന്നുണ്ട്, കുരിശുമരണം വരെ അവൻ അനുസരണമുള്ളവനായിരുന്നു. ആ അനുസരണയുടെ ഭാഗമായിരുന്നു കുരിശുമരണവും. അപ്പൊ നമ്മുടെ ജീവിതത്തിലും അനുദിനം കൃപയിൽ വളരാൻ ദൈവവചനത്തോടുള്ള സ്വതന്ത്രമായ വിധേയത്വം, അനുസരണം, ഒപ്പം നമ്മുടെ ഈ ലോകത്തുള്ള അധികാരികൾ, അത് സഭാ നേതൃത്വമാകാം, നമ്മുടെ മാതാപിതാക്കളാകാം, അധികാരികളാകാം, അവരിലൂടെയൊക്കെയുള്ള ദൈവസ്വരവും അനുസരിക്കാനായിട്ട് നമ്മൾ എളിമയോടെ അനുസരിക്കുമ്പോൾ ദൈവകൃപ സമൃദ്ധമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയപ്പെടും. പലപ്പോഴും ഈ അഭിഷേകം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഓടി നടക്കാറുണ്ട്. പല അഭിഷിക്തരുടെ നിന്ന് കയ്യൊപ്പ് വാങ്ങിക്കാൻ വേണ്ടി. ആ കയ്യൊപ്പിലൂടെ കിട്ടുന്ന ആ ഒരു അഭിഷേകത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നീട് ഈ തീഷ്ണത കാണിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ആ വാങ്ങിക്കാനായിട്ട് കാണിക്കുന്ന തീഷ്ണത നമ്മളത് നിലനിർത്താനായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ, കാണിച്ചില്ലെങ്കിൽ ഇത് ചോർന്നു പോകും. അത് സ്ഥായിയായിട്ട് നിൽക്കില്ല. എന്നുവെച്ചാൽ അനുനിമിഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ ജീവിതാനുഭവങ്ങളിലും അതിനെ നേരിടുന്ന നമ്മുടെ ജീവിത രീതി അനുസരിച്ച് ഈ അഭിഷേകം നിലനിർത്താനും ചോർന്നു പോകാനൊക്കെ കാരണമായിട്ട് തീരും. ഈ പ്രഭാഷകന്റെ പുസ്തകത്തിലെ 21-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയകാല പാപങ്ങളിൽ നിന്ന് ഉള്ള മോചനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. പഴയകാല പാപങ്ങളിൽ നിന്നുള്ള, ഒരുപക്ഷെ ദൈവത്തോട് അടുക്കുന്നതിന് മുമ്പ്, ദൈവവുമായിട്ട് കൂടുതൽ ഐക്യപ്പെട്ട് കടന്നു വരുന്നതിന് മുമ്പ് ഞാനുണ്ടായിരുന്ന പാപാവസ്ഥയ്ക്ക് ഒരുപക്ഷെ ഇപ്പോൾ ദൈവവുമായിട്ട് കൂടുതൽ ഐക്യപ്പെട്ട് വന്നപ്പോൾ ആ വഴികളിൽ പോകുന്നില്ലായിരിക്കാം. പക്ഷേ പലപ്പോഴും ഈ ഒരു ഓർമ്മകൾ എൻ്റെ ചിന്തകളിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകാം. ഒരുപക്ഷെ ആ ഓർമ്മകളുമായിട്ട് ഞാൻ കടന്നുപോയ നിമിഷങ്ങളുണ്ടാകാം. ഇതൊക്കെ ചോർന്നു പോകാനായിട്ട് ഇട നൽകുന്ന അവസരങ്ങളാണ് പഴയകാല പാപങ്ങൾ. അങ്ങനെ ഒരു ഓർമ്മ, ഞാൻ ആ പാപത്തിൻ്റെ അവസ്ഥയിലൂടെ പോകുന്നില്ലെങ്കിൽ പോലും ആ ഓർമ്മ എന്നിൽ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അത് അതിൻ്റെ വേരോടുകൂടി പിഴുതെറിയപ്പെട്ടിട്ടില്ല, എൻ്റെ ഉള്ളിൽ അത് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു മോചനത്തിന് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. 2-ാമത്തെ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടാകാതിരുന്നൊരു അവസ്ഥയാണ് നന്ദി പറയുക എന്നുള്ളത്. ആവശ്യങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു പോവുക, പക്ഷേ എന്ത് കിട്ടിയാലും നന്ദി എന്നുള്ള വാക്കുണ്ടാവില്ല. പക്ഷെ ഇവിടെ എഫേസ്യർ 5:20 പറയാണ്, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനെ കൃതജ്ഞത അർപ്പിക്കുക. എല്ലാറ്റിനും വേണ്ടി, ഏതൊരു കാര്യത്തിനു വേണ്ടി, ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങൾക്കും നീ നന്ദി പറയണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പറയുന്നത്. അത് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഇതെല്ലാം ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഈ നന്ദി പറയുമ്പോൾ നമ്മളിലുള്ള നിരാശയും ഭാരപ്പെടലൊക്കെ ആ ഒരു നന്ദിയുടെ അർപ്പണത്തിലൂടെ ഇല്ലാതാക്കാനായിട്ട് സ്വർഗത്തിന് സാധിക്കും. അപ്പോൾ അങ്ങനെ കൃപയിൽ നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് എന്ത് സഹനം വന്നാൽ, ഒരുപക്ഷെ നമ്മൾ മുറിപ്പെടുത്തുന്ന ഒരു വാക്ക് കേൾക്കേണ്ട അവസ്ഥയിൽ നമ്മൾ തളർന്നു പോയേക്കാം. ഒരുപക്ഷെ നിരാശപ്പെട്ട് ഒത്തിരി പ്രതീക്ഷയോടെ പോയതായിരിക്കാം, പക്ഷെ അവിടെ നിന്ന് കിട്ടിയത് നിരാശപ്പെടുന്ന അനുഭവമാണ്. അവിടെ തളർന്നു വീണു പോയേക്കാം. ആ ഒരു തളർച്ചയിൽ എന്നിലേക്ക് കടന്നു വരുന്ന തിന്മ, നിരാശ കൊണ്ടുവരാം, കുറ്റപ്പെടുത്തൽ കൊണ്ടുവരാം, വിധി കൽപ്പിക്കുക കൊണ്ടുവരാം. ഇതെല്ലാം മാറ്റാനായിട്ട് ഒറ്റ ഉപാധിയേ ഉള്ളൂ, നീ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാറ്റിനും നന്ദി പറയുക. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയുന്ന ദൈവമേ നിനക്ക് നന്ദി, എൻ്റെ ഈ ഭാരം ഇപ്പോൾ കാണുന്ന ദൈവമേ നിനക്ക് നന്ദി. അങ്ങനെ ഒരു നന്ദി പറച്ചിൽ വരുമ്പോൾ എന്നെ കീഴ്പ്പെടുത്താൻ വരുന്ന തിന്മയ്ക്ക് എന്നിൽ വാസമർപ്പിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് 1 തെസ്സലോനിക്കർ 5:18 പറയുന്നത്, എപ്പോഴും നിങ്ങൾ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കൃപ ചോർന്നു പോകാനായിട്ട് കാരണമാവുന്ന തിന്മകളെ തോൽപ്പിക്കാൻ ഏറ്റവും ഉപാധിയായ, ഏറ്റവും നന്മയായ ഒരു കാര്യമാണ് ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത്. എന്നെ അറിയുന്ന ദൈവമേ, എന്നെ കാണുന്ന ദൈവമേ, എൻ്റെ എല്ലാ സങ്കടങ്ങളും അറിയുന്ന കർത്താവേ നിനക്ക് നന്ദി എന്ന് പറയുമ്പോൾ അവിടെ സ്വർഗത്തിൻ്റെ ഒരു സമ്മാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സമാധാനവും ശാന്തിയും നമ്മുടെ ഉള്ളുകൊണ്ട് നിറയും. നമുക്കറിയാം, കൃപയിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളൊക്കെ സഹനത്തിലൂടെ കടന്നു പോയപ്പോൾ ആ സഹനങ്ങളെല്ലാം അവർ പുണ്യമാക്കി മാറ്റി, അല്ലേ? നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ഈ കൃപ ലഭിക്കുന്നത്, അത് കുരിശിലൂടെ യേശു സ്വന്തമാക്കിയത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കുരിശിലൂടെ എന്ന് പറഞ്ഞാൽ സഹനത്തിലൂടെ, ഏത് ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സഹനത്തെ നമ്മൾ കാണുന്ന മനോഭാവം, സഹനത്തെ നമ്മൾ സ്വീകരിക്കുന്ന നമ്മുടെ
മനസ്സിൻ്റെ അവസ്ഥകൾ, ഇതാണ് കൃപയുടെ ശരിക്കും ഒരു അടിസ്ഥാനമായ അവസ്ഥ. നമ്മൾ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 20-ാം വചനം നമുക്കറിയാം. പൗലോസിന്റെ ജീവിതം എടുത്ത് നോക്കിയാലേ, കൃപയിലായിരിക്കുന്നതിന് മുമ്പുള്ള പൗലോസിന്റെ ജീവിതം എന്തായിരുന്നു? ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കപ്പെട്ട അവസ്ഥയായിരുന്നു. കൃപയിലല്ലായിരുന്നു അവൻ. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി അധികാരപത്രം വാങ്ങിച്ചു വരുമ്പോഴാണ് കുതിരപ്പുറത്ത് നിന്ന് ദൈവത്തിന്റെ ശക്തിയാൽ താഴെ വീഴുകയും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് പൗലോസായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നതും. കൃപയിൽ നിറഞ്ഞപ്പോൾ പൗലോസിനെ പറയാണ്, ഗലാത്യർ 2:20 പറയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അവനുള്ള പഴയതെല്ലാം ക്രിസ്തുവിനെ കുരിശിനോട് ചേർത്ത് വെച്ചപ്പോൾ, അവൻ ക്രിസ്തുവിനെ സ്വന്തമാക്കിയപ്പോൾ അവന്റെ ജീവിത തകർച്ചകള്, നമുക്കറിയാം പൗലോസിന്റെ ജീവിതം എടുത്ത് നോക്കിയാൽ എപ്പോഴും പീഡനങ്ങളായിരുന്നു. എവിടെ പോയാലും അടിയാ. എവിടെ സുവിശേഷം പ്രസംഗിക്കുക പോയാലും അവിടെ അടിയും പീഡനങ്ങളും തകർച്ചകളും. അവിടെയെല്ലാം പൗലോസിനെ നോക്കിയത് ക്രിസ്തുവിന്റെ കുരിശിലേക്കാണ്. ആ കുരിശിൽ നിന്ന് കൃപ സ്വന്തമാക്കി ഓരോ അടി കിട്ടുമ്പോഴും ക്രിസ്തുവിനെ സ്വന്തമാക്കിയ ആ സഹനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പൗലോസിനെ മുന്നോട്ട് പോയി. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ എനിക്ക് തോന്നുന്നു ബൈബിളിൽ ഒരു നൈറ്റ് വിജിലായിരുന്നു. ശലോമി ടിവിയിലൊക്കെ നൈറ്റ് വിജിൽ കാണുന്ന പോലെ ഒരു അത് അപ്പോസ്തല പ്രവർത്തനം 16:25-26 വായിക്കുന്നുണ്ട്. അർദ്ധരാത്രിയുടെ അടുത്ത് പൗലോസും സീലാസും, നമുക്ക് സംഭവം അറിയാലേ, അടിമപ്പെണ്ണിൽ നിന്ന് ആ അടിമപ്പെണ്ണിൽ ബാധിച്ച ആ തിന്മയെ ഒഴിച്ചു മാറ്റിയപ്പോൾ, കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ വിട്ടുപോട്ടെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൾ പ്രവചിച്ചിരുന്ന പ്രവചനം നടത്തിക്കൊണ്ടിരുന്ന ആ തിന്മ വിട്ടുപോയപ്പോൾ അവന്റെ മുതലാളി വന്ന് പൗലോസ് സീലാസിനെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു, കൈകൾക്ക് ചങ്ങല വെച്ചു, എല്ലാ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ആമം വെച്ച് ജയിലിന്റെ ഉള്ളറകളിലാക്കി. നമുക്കറിയാം സംഭവം മുഴുവൻ. അവിടെ എന്താ സംഭവിക്കുന്നത്? രാത്രി നൈറ്റ് വിജിൽ നടത്തി പൗലോസും സീലാസും കൂടി. അവർ ചങ്ങലയിലേക്ക് നോക്കിയിരുന്നില്ല, അവർ തകർച്ചയിലേക്ക് നോക്കിയിരുന്നില്ല, നാളെ കൊല്ലുവാൻ കൊണ്ടുപോവുക. അവർ മരണത്തെ ഭയപ്പെട്ടില്ല. കൃപ നിറഞ്ഞു കഴിയുമ്പോൾ മരണമൊരു പ്രശ്നമല്ല, അവർ ലക്ഷ്യ സ്വർഗ. കൃപ നിറഞ്ഞവർ ലക്ഷ്യ സ്വർഗമായി മാറും. ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ മനോഭാവം, ക്രിസ്തുവിന്റെ അതേ ജീവിതശൈലി പ്രാവർത്തികമാക്കിയ പൗലോസിലിക പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ ചങ്ങലയിലേക്ക് നോക്കി നിൽക്കാതെ ജീവിക്കുന്ന ദൈവത്തിലേക്ക് നോക്കി ഉറക്കെ പ്രാർത്ഥിച്ച് സ്തുതിച്ച് ആരാധിച്ചപ്പോൾ വചനം എന്താ പറയുന്നത്? ഇരുമ്പ് ചങ്ങലകൾ അഴിഞ്ഞു വീണു, ഇരുമ്പ് വാതിലുകൾ തുറക്കപ്പെട്ടു, അല്ലെ? അവർ സുഖമായിട്ട് പുറത്തേക്ക് പോയി. സഹോദര സഹോദരി, ഞാനും നിങ്ങളും ക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ, ആ കൃപയിലായിരിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തകർച്ചകൾ വന്നാലും, സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, ജോലിയിലെ പ്രശ്നങ്ങളായിരിക്കാം, രോഗമായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള അസ്വസ്ഥ, എന്തുമായിക്കോട്ടെ, അവയെല്ലാം ജീവിക്കുന്ന ദൈവത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ആ കൃപയിലായിരുന്നു കൊണ്ട് എല്ലാം സമർപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? എൻ്റെ തകർച്ചകളെ ജീവിക്കുന്ന ദൈവം ഉയർച്ചയാക്കി മാറ്റും. എൻ്റെ നിരാശയെ ജീവിക്കുന്ന ദൈവം പ്രത്യാശയാക്കി മാറ്റും. എൻ്റെ രോഗങ്ങളെ സഹിക്കുവാനുള്ള കൃപ ദൈവം എനിക്ക് തരും. അങ്ങനെ ഒരു ജീവിതം, പുണ്യമായ ജീവിതം, ധന്യമായ ജീവിതം ഈ കൃപയിലായിരിക്കുമ്പോൾ എനിക്ക് ജീവിക്കാൻ സാധിക്കും. യേശു തൻ്റെ പരസ്യപ്രഘോഷണ വേളയിൽ നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ എപ്പോഴും കാണാൻ പറ്റും. അതിനകത്ത് തൻ്റെ ആ പ്രഘോഷണ പരമ്പര കഴിഞ്ഞ ഉടനെ മലമുകളിലേക്ക് പോയി. പിതാവുമായിട്ട് പ്രാർത്ഥനയില്ല, പിതാവിലുള്ള ആശ്രയത്വമാണ്. എപ്പോഴും പിതാവിൻ്റെ സന്നിധിയില്ല. മറ്റുള്ളവരുടെ പ്രശംസ കിട്ടാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വേർപെടുത്താനോ ഒന്നുമില്ല. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തോട് സംസാരിക്കാനായിട്ട് യേശു സമയം കണ്ടെത്തിയിരുന്നു. എന്നെ അതുപോലെ തന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് പത്രോസ്ലിഹ. പത്രോസിനെ തടവിലിട്ടപ്പോൾ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവറയിലാക്കിയപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, അവൻ ഉറങ്ങുകയായിരുന്നു. എങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുക? നമ്മളുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു അസ്വസ്ഥത വന്നാൽ, ഒരു കടബാധ്യത വന്നാൽ, അല്ലെങ്കിൽ നാളെക്കുറിച്ചുള്ള ഒരു ചെറിയ ഉത്കണ്ഠ വന്നാൽ, ആകുലത വന്നാൽ ഉറക്കം പോലും നഷ്ടപ്പെടും. ഇവിടെ പത്രോസ് ഉറങ്ങുകയായിരുന്നു പറയണേ. ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന ആ ഒരു കൃപയാണത്, ശാന്തത. അത് ജീവിതത്തിലുണ്ടായിരുന്നു പത്രോസിന്. ഈ പത്രോസ് മുമ്പ് എന്തായിരുന്നു? യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ യേശുവിനെ പോലും തള്ളിപ്പറയുക എന്ന് മാത്രമല്ല, അവൻ ഭീരുവായിരുന്നു, ഭയവിഹ്വലനായിരുന്നു. ആ പത്രോസിലാണ് ഈ കൃപയുടെ നിറവുണ്ടായപ്പോൾ ഈ രൂപാന്തരീകരണം വന്നത്. ഒരു കുർബാന മതി. ഇവിടെ ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായിട്ട് ഉള്ള ഒരു അവസരക്കുറവുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ മറ്റ് സാഹചര്യങ്ങളിലൊക്കെ ആണ് മുറിക്കുള്ളിലും അല്ലെങ്കിൽ കണ്ടെയ്നറിനുള്ളിൽ പോലും ബലിയർപ്പിക്കപ്പെട്ട ഒരു സമയമുണ്ട് ബലിയർപ്പണം നടത്തുന്ന. അങ്ങനെ ഒരു ബലിയർപ്പണ സമയത്ത് ഞാൻ ആ ബലിയർപ്പിക്കാൻ ചെന്നപ്പോൾ എന്നെ ഏൽപ്പിക്കുകയാണ് ലേഖനം വായിക്കാനായിട്ട്. ഈ ലേഖനം വായിക്കാനായിട്ട് ഞാൻ നിന്ന് വിറക്കുകയാണ്. എന്ന് വെച്ചാൽ അത്രമാത്രം ഭയത്തോടെയാണ് ഞാൻ ലേഖന വായന നടത്തിയത്. അത്രമാത്രം ഭീരുത്വം, അത്രമാത്രം ഭയപ്പാട് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരു 4 പേരുടെ മുമ്പിൽ പോലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത
ഒരു വലിയ ഭയപ്പാട്. ദൈവത്തിൻ്റെ വലിയ കാരുണ്യം എന്ന് പറയുന്നത് അതേ സ്ഥലത്ത് വർഷങ്ങൾക്ക് ശേഷം 1.5 മണിക്കൂറോളം ദൈവത്തിൻ്റെ സുവിശേഷം പറയാനും ആരാധന നടത്താനും ദൈവം അനുവദിച്ചു എന്നുള്ളതാണ്. അത് ഈ വ്യക്തിത്വത്തിൽ തന്നെ ഈ രണ്ടും എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സംസാര ശക്തിയോ എനിക്കൊന്നും അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ആ ദൈവത്തിൻ്റെ കാരുണ്യം, ആ കൃപയുടെ കടന്നുവരവോടുകൂടി ഈ രൂപാന്തരീകരണം ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന വ്യക്തിത്വത്തിൽ നിന്ന് മാറ്റം വന്ന് ഇന്ന് ഈ തരത്തിലായിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിലുള്ള ആശ്രയത്വമാണ്. ദൈവത്തിന് മുമ്പുണ്ടായിരുന്ന ആശ്രയത്വമല്ല. ഇപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണം വെക്കുന്നു. അവനുമായിട്ട് പങ്കുവെക്കാത്ത ഒരു കാര്യവുമില്ല. എന്ത് കാര്യവും മറ്റുള്ളവരോട് എത്ര വിശ്വസ്തരാണെങ്കിലും അവരോട് പങ്കുവെക്കുന്നതിനേക്കാൾ ആഴത്തിൽ അനുദിനമുള്ള എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുന്ന എൻ്റെ ഏറ്റവും വലിയ അടുത്ത സ്നേഹിതനാണ് നസ്രാനായ യേശുക്രിസ്തു. അതുപോലെ തന്നെ അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യം, ദൈവകൃപയിൽ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ കുറവുകളെ ന്യായീകരിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ കുറവുകളെ ന്യായീകരിക്കുമ്പോൾ എനിക്ക് കൃപയിൽ വളരാനായിട്ട് സാധിക്കാതെ വരും. അപ്പം ദൈവകൃപ അല്ലെ കൃപയിലാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവിടെ പ്രലോഭനമില്ല എന്നല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിലുള്ള പ്രലോഭനങ്ങളെ, കുറവുകളെ അതിജീവിക്കാനായിട്ടുള്ള ശക്തിയാണ് ദൈവകൃപ. ഇവിടെ പിശാച് ഒരുക്കുന്ന ഒരു കെണിയുണ്ട്. അവൻ പറയും, മനുഷ്യരോട് പറയും, മനുഷ്യൻ ബലഹീനനാണ്. അങ്ങനെ പാപത്തെ അവൻ നിസ്സാരവൽക്കരിക്കും. ചിലരിൽ അവൻ കൊണ്ടുവരുന്ന ചിന്ത പാപത്തെ രോഗമായിട്ട് കാണാനായിട്ട്, അത് അവൻ്റെ ഒരു രോഗാവസ്ഥയാണ്. അത് അങ്ങനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഞാൻ മനസ്സിലായില്ല, ഞാൻ ഇതിനെ എൻ്റെ പാപജീവിതത്തെ തമസ്കരിച്ചുകൊണ്ട് ജീവിക്കുക, അല്ലെ ന്യായീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രവണത. അവൻ ഒരിക്കലും ദൈവകൃപ വളരത്തില്ല. ദൈവകൃപ വളരണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുറവുകളെ ഞാൻ അംഗീകരിക്കണം. എൻ്റെ കുറവുകളെ അതിജീവിക്കാൻ എനിക്ക് കൃപ കൂടിയേ തീരൂ എന്ന് ഞാൻ അംഗീകരിക്കണം. അപ്പോൾ ഈശോയോട് ചേർന്ന് എൻ്റെ കുറവുകളെ, എൻ്റെ ബലഹീനതകളെ അതിജീവിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുമ്പോഴാണ് എനിക്ക് കൃപ സമൃദ്ധമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുന്നത്. മനുഷ്യൻ ബലഹീനനാണ്, ഒരു സംശയമില്ല. ഞാനും, നമ്മൾ ഓരോരുത്തരും നമ്മൾ തെറ്റുകളിൽ വീഴും. പക്ഷേ നമ്മളെ ഉയർത്താൻ കഴിവുള്ളവനാണ് കർത്താവ്. അപ്പോൾ ആ കർത്താവിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം വിശ്വസ്തയോടുകൂടി. ഇപ്പം തിരുവചനത്തിൽ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. വീണ്ടും പറയുന്നു, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടുന്ന് തരും. കാരണം ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരാണോ പ്രലോഭനങ്ങൾ ഉണ്ടാകും, പക്ഷെ നമ്മുടെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഇനി പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള കരുത്ത്, അത് കൃപയാണ്, ദൈവകൃപ. അതും കർത്താവ് നമുക്ക് നൽകും എന്ന് ദൈവവചനം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ലീഡ് ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരു ജീവിത ശൈലിയിലേക്ക് കർത്താവ് ഒരിക്കലും നമ്മെ വിളിക്കുകയില്ല, അതിൽ ജീവിക്കാൻ ആവശ്യമായ കൃപ തരാതെ. ഇപ്പോൾ ഒരു വിശുദ്ധനാകാനായിട്ട് ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശുദ്ധനാകാനുള്ള കൃപ എനിക്ക് നൽകിയിട്ടുണ്ട്. ഒരു വിവാഹ ജീവിതത്തിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിതാന്തസ്സിന് യോജിച്ച ജീവിതം നയിക്കാനുള്ള കൃപ എനിക്ക് നൽകിയിട്ടുണ്ട്. ഒരു പൗരോഹിത്യത്തിലേക്ക് ഒരു വ്യക്തിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പൗരോഹിത്യ ജീവിതാന്തസ്സിന് ചേർന്ന ജീവിതം നയിക്കാനുള്ള കൃപ നൽകിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം സമൃദ്ധമായി കൃപ നൽകിയിട്ടുണ്ട്. ഈ കൃപ നഷ്ടപ്പെടാതെ നമ്മൾ പരിശ്രമിക്കുക, കൃപയെ ഉജ്ജ്വലിപ്പിക്കാനായിട്ട് തീഷ്ണമായിട്ട് നമ്മൾ പരിശ്രമിക്കുക. ചാവറപ്പിതാവ് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് പറയുകയുണ്ടായി, മാമോദീസായിൽ ഞാൻ സ്വീകരിച്ച വെള്ളവസ്ത്രം ഞാൻ ഒരിക്കൽ പോലും മലിനമാക്കിയിട്ടില്ല. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയും മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മാമോദീസായിൽ ഞാൻ സ്വീകരിച്ച വരപ്രസാദം ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇവരൊക്കെ നമ്മുടെ നമുക്ക് മുമ്പിലുള്ള വലിയ മാതൃകകളാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവകൃപയിൽ അനുദിനം വളരാനായിട്ടാണ്. ദൈവം ധാരാളം കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിട്ടുണ്ട്.
നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകൾ മൂലം ഈ കൃപകൾ നമ്മൾ നഷ്ടപ്പെടുത്താറുണ്ട്. അനുദിനം ഈ കൃപയിൽ വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എളിമപ്പെട്ടുകൊണ്ട്, സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട്, ദൈവവചനത്തോട് ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാം ദൈവം എനിക്ക് നൽകിയ ദാനമാണ്, ദാനമല്ലാത്തത് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ അംഗീകരിച്ചുകൊണ്ട്, അതിനെ ഒരിക്കലും ന്യായീകരിക്കാതെ അംഗീകരിച്ചുകൊണ്ട് എളിമയോടെ തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കൃപ കൂടാതെ നമുക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. കൃപ കൂടാതെ ഒരു നന്മയും ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല. ദൈവം, സർവശക്തനായ ദൈവം സമൃദ്ധമായി നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് അവൻ്റെ കൃപ ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന